എൻ്റെ പേര് ജിനോ, വൈഫ് ബിനി. ഞങ്ങൾ കോട്ടയം ജില്ലയിൽ തലയോൽപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 30 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു വീട് ഒന്ന് റിനോവേറ്റ് ചെയ്യാനുള്ളൊരു താല്പര്യത്തിലാണ് വീട് പണിയെ പറ്റി ആലോചിച്ചത്. അപ്പം സ്ട്രക്ചർ അതിൻ്റെ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ നമുക്കായി. അത് കഴിഞ്ഞ് ഇൻറ്റീരിയർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ളൊരു ഐഡിയ നോക്കുകയായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ അതിനുവേണ്ടി സെർച്ച് ചെയ്താണ് നമ്മൾ എറണാകുളത്ത് നിന്ന് ബ്രൈടെക് എന്ന് പറഞ്ഞ ഇൻറ്റീരിയർ ഡിസൈനേഴ്സിന് നമ്മൾ കണ്ടെത്തുന്നത്. ബ്രൈടെക്കുകാർ നമ്മുടെ സൈറ്റിൽ വന്നു, ഒരു വിസിറ്റ് ചെയ്ത് 3D ഡിസൈൻ നമുക്ക് ചെയ്തു തന്നു. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഉദ്ദേശിച്ച എല്ലാ എലമെൻറ്റ്സും അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് തന്നെ നമുക്ക് ആ ഡിസൈൻ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഡിസൈൻ പാർട്ടിലേക്ക് വരുമ്പം നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ലിവിങ് റൂം പ്ലസ് ഡൈനിങ്, ഓപ്പൺ കിച്ചൺ അങ്ങനെ വരുന്ന ഒരു ഏരിയ ആണ്. അത് അത്യാവശ്യം വലിയൊരു ഏരിയ ആയിരുന്നത്. അത് നമ്മൾ ബ്രൈടെക്കിനെ ഏൽപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കത് വളരെ ഭംഗിയായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് നമുക്കതൊരു ഡിസൈൻ ചെയ്ത് കിട്ടി. ഞങ്ങൾ വേറെ ഇൻറ്റീരിയർ ഡിസൈനേഴ്സിനെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിച്ചായിരുന്നു. പക്ഷേ അതൊന്നും നമുക്കൊരു സാറ്റിസ്ഫൈഡ് ആയില്ല. അവസാനം ബ്രൈടെക്ക് തന്നതായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയി. നമ്മുടെ മനസ്സിൽ ചേരുന്ന ഒരു ഡിസൈൻ നമുക്ക് ബ്രൈടെക്കിൽ നിന്നാണ് ലഭിച്ചത്. നമ്മുടെ ഹോളിൽ വന്നു കഴിഞ്ഞാൽ ഹോളിൽ നമ്മുടെ പ്രെയർ ഏരിയ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് എൻ്റെ മനസ്സിൽ പണ്ട് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ഡോറ് തുറക്കുമ്പോഴേ ഈശോയുടെ ഒരു പിക്ചർ നമ്മൾ കണ്ട് കയറണം, അങ്ങനെയുള്ള. അപ്പോൾ ആ ഒരു രീതിയിൽ ജസ്റ്റ് അവരോട് പറഞ്ഞപ്പോഴത്തേക്കും അവർ ആ ഒരു രീതിയിൽ തന്നെയാണ് ഡിസൈനിങ് വരുന്നത്. ഹോളിൻ്റെ സെപ്പറേഷനും പ്രെയർ വാളും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ബ്രൈടെക്ക് അത് നമുക്ക് കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് തന്നു. പിന്നെ നമുക്കൊരു TV റൂമുണ്ട്. അപ്പോൾ ആ TV റൂമിലേക്കുള്ള എൻട്രൻസും നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. അതെല്ലാം നല്ല ഭംഗിയായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് തന്നു. ആ ഡിസൈനിൽ നമ്മൾ 3Dയിൽ നമ്മൾ കണ്ടേക്കുന്നത് പോലെ തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയെന്നുള്ളതാണ് അതിനെ എടുത്തു പറയേണ്ട കാര്യം. അതുപോലെ തന്നെ ഓപ്പൺ കിച്ചൺ നമുക്ക് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതിനകത്ത് എസ്പെഷ്യലി ആ ഒരു വൈൻ ഗ്ലാസ് വയ്ക്കാനുള്ള ഒരു സെറ്റിങ്സ് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് കിച്ചൺ ഏരിയയിൽ ഞാൻ കുറച്ചൊക്കെ എൻ്റെ ഒരു ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ രീതിയിൽ കുറേയൊക്കെ ചേഞ്ചൊക്കെ വരുത്തിയിട്ടുണ്ട്. കബോർഡ്സിൻ്റെ അങ്ങനെയുള്ള ചേഞ്ചുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതൊക്കെ അന്ന് നിന്നിരുന്നല്ലേ അനിൽ ചേട്ടനും എല്ലാവരും ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ചേഞ്ചുകൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അതുപോലെ ഡൈനിങ്ങിൻ്റെ അവിടുത്തെ ഒരു വാള് നമുക്ക് ഗ്ലാസ്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസൈൻ അവരാണ് നമുക്ക് അതിൻ്റെ സജഷൻ തന്നത്. സോ അതും അതുപോലെ തന്നെ അവിടെ നമ്മളൊരു ക്രോക്കറി ഷെൽഫ് നമുക്ക് ഒരെണ്ണം നമുക്ക് ഭയങ്കരമായിട്ട് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അത് നല്ല അടിപൊളിയായിട്ട് അത് നമുക്ക് നന്നായിട്ട് നല്ല മനോഹരമായിട്ട് അത് ചെയ്തു തന്നു ബ്രൈടെക്കുകാർ. പിന്നെ പറയേണ്ടത് മേളിലേക്കുള്ള സ്റ്റെയറിൻ്റെ ആ ഒരു പോർഷനൊക്കെ നമുക്ക് എല്ലാം സ്റ്റെയറും ഹോളും ഡൈനിങ്ങും എല്ലാം കൂടെ ക്ലബ് ചെയ്ത് വരുന്നൊരു ഏരിയ വരുമ്പോഴത്തേക്കും അത് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു എങ്ങനെ നന്നാക്കി എടുക്കാം. പക്ഷെ അത് ഭയങ്കര ഈസി ആയിട്ട് അത് ഡിസൈൻ ചെയ്ത് നന്നാക്കി എടുക്കാൻ സാധിച്ചു. മേളിൽ കയറി ചെന്ന് കഴിയുമ്പോൾ ഉള്ള ഒരു ഏരിയയും അവിടെ ഒരു വിസിറ്റിംഗ് ഫസ്റ്റ് ഫ്ലോറിലുള്ള വിസിറ്റിംഗ് ഏരിയയൊക്കെ നല്ല ഭംഗിയായിട്ട് പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഫ്ലോർ അറേഞ്ച് ചെയ്തല്ലേ, പ്ലാനില്ലായിരുന്നു. പിന്നീട് ആഡ് ചെയ്തപ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ അവർ മാനേജ് ചെയ്ത് തന്നു, ഡിസൈൻ ചെയ്ത് തന്നു. നമ്മുടെ വീട്ടിൽ 4 ബെഡ്റൂമാണുള്ളത്. അതിനകത്ത് നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാളും നന്നായിട്ട് അതിൻ്റെ വാർഡ്രോബ്സും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും വാർഡ്രോപ്പിൻ്റെ കൂടെ ഒരു റൈറ്റിംഗ് ടേബിൾ നമുക്ക് അതും കൂടെ അറേഞ്ച് ചെയ്ത് നല്ല ഒരു റൂം എങ്ങനെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാവോ അതിൻ്റെ മാക്സിമം യൂസേജിലേക്കും പെർഫെക്റ്റ്ലി ഫിറ്റായിട്ട് ഓരോ ബെഡ്റൂമും നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ബ്രൈടെക്ക് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. എസ്പെഷ്യലി എൻ്റെ വാർഡ്രോപ്പിൻ്റെ സൈസും പിന്നെ അതിനോട് ജോയിൻ ചെയ്തിട്ടുള്ള ടേബിളും റൈറ്റിംഗ് ടേബിളും എല്ലാം. എനിക്കൊരു ഓഫീസ് റൂം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമെല്ലാം
പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമെല്ലാം നമുക്ക് ആ ടേബിളും എൻ്റെ ബാക്കിലത്തെ ഡ്രോസ് എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെറിയ ചേഞ്ചസൊക്കെ നമ്മൾ പണിക്കിടെ പറഞ്ഞതും കൂടെ നമുക്ക് ചെയ്ത് നന്നായിട്ട് ചെയ്തു തന്നു. കിഡ്സ് ബെഡ്റൂമിനകത്ത് സ്റ്റഡി ടേബിള്, പിന്നെ വേറൊരു അതിനകത്ത് തന്നെ ഒരു ഷെൽഫ് പോലെ ഒരു ഇതുണ്ട്, അയണിങ് ടേബിളായിട്ട് കൺവേർട്ട് ചെയ്യുന്ന രീതിയിൽ. അത് നമ്മുടെ ഒരു ഐഡിയ പറയുമ്പോൾ ആ ഐഡിയ എക്സാക്റ്റായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അത് പെർഫെക്റ്റായിട്ട് നമ്മുടെ റിക്വയർമെൻറ്റിനെ ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ അത് ഡിസൈൻ ചെയ്യാനും അതിൻ്റെ വർക്ക് ചെയ്യാനും ബ്രൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അത്രയും നല്ല ഭംഗിയായിട്ട് സംഭവം കാര്യങ്ങളെല്ലാം ചെയ്തു. ഇപ്പം നമ്മൾ ഫംഗ്ഷനൊക്കെ ചെയ്തപ്പോഴത്തേക്കും വന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇൻറ്റീരിയർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ പേരെൻ്റെ നമ്പർ മേടിച്ചിട്ടുണ്ട് ബ്രൈറ്റൊക്കെ. പിന്നെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു അവർ. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ഇങ്ങോട്ട് ചോദിച്ച് നമ്മുടെ റിക്വയർമെൻറ്റ്സ് പിന്നെയും അവർ ചോദിച്ച് എന്തെങ്കിലും അഡീഷൻസ് വേണമെങ്കിൽ അത് നമുക്ക് ചെയ്തു തരാനായിട്ട് ബ്രൈറ്റൊക്കെ റെഡിയായിരുന്നു. നമുക്കതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ബ്രൈറ്റൊക്കിന് സാധിച്ചു. വളരെ മനോഹരമായിട്ട് ഞാൻ ചെയ്തു തന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വർക്ക് കംപ്ലീറ്റ് ആയിട്ട്. ഒരു നെഗറ്റീവ് പോലും പറയാനില്ലാത്ത രീതിയിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും അന്ന് ഫംഗ്ഷന് വന്നവർക്കും എല്ലാവരും നല്ലൊരു റെസ്പോൺസാണ് നമുക്ക് കിട്ടിയത്. എല്ലാവരും വളരെ നല്ല പോസിറ്റീവായിട്ട് എല്ലാം നല്ലതായിട്ടിരിക്കുന്നു, നല്ല ഒരു അഭിപ്രായമാണ് നമുക്ക് അവിടെ നിന്ന് ലഭിച്ചത്.